നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബൂട്ട് സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം പഠിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ചെറിയ സാമ്യമുണ്ട്. സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചറേ ഉള്ളൂ എങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ നമുക്കുണ്ട്, ഒരു സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡറി കംപ്രസറും ഉണ്ട്. അതാണ് ബൂട്ട് സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റത്തിലെ വ്യത്യാസം. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1, 2, 2', 3 ഉള്ള പോയിൻറ്റ്സുകളെല്ലാം ആ പോയിൻറ്റിലെ എയറിൻ്റെ കണ്ടീഷനാണ് സൂചിപ്പിക്കുന്നത്. അത് വെച്ച് നമുക്ക് TS ഡയഗ്രം മാർക്ക് ചെയ്യണം. പിന്നെ ആംബിയൻ്റ് എയർ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് കയറുന്നു. റാമിംഗ് ആക്ഷൻ മൂലം 1 എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയർ 2 or 2' എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ റാമിംഗ് ആക്ഷൻ മൂലം പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. ഇനി ഈ റാം എയർ മെയിൻ കംപ്രസറിലേക്ക് പോയി മെയിൻ കംപ്രസർ ആ റാം എയറിനെ കംപ്രസ് ചെയ്യുന്നു. അതിനുശേഷം അതിലൊരു പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പസ്റ്റൻ ചേമ്പറിൽ പോകുന്നു. എന്നിട്ട് ആ എക്സോസ്റ്റ് ഗ്യാസ്, ആ ബേൺഡ് ഗ്യാസ് ടർബൈനിൽ പോയി എക്സ്പാൻഡ് ആവുന്നു. ഗ്യാസ് ടർബൈൻ്റെ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് മെയിൻ കംപ്രസർ വർക്ക് ചെയ്യുന്നു. ഇനി മെയിൻ കംപ്രസറിൽ നിന്ന് കംപ്രസ് ചെയ്ത് വരുന്ന എയറിൻ്റെ ഒരു പാർട്ട് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോകുന്നു. അതിനുശേഷം അത് സെക്കൻഡറി കംപ്രസറിൽ പോയി കംപ്രസ് ആവുന്നു. ദെൻ അഗെയിൻ അത് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോകുന്നു. അതിനുശേഷം ലാസ്റ്റ് കൂളിംഗ് ടർബൈനിൽ കൂടി പോയി എക്സ്പാൻഡ് ചെയ്തു അത് ക്യാബിലേക്ക് പോകുന്നു. നമുക്ക് എവിടെയാണോ കൂൾ ചെയ്യേണ്ടത് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെയും സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലും കൂളിംഗ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റാം എയറാണ്. റാം എയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറും സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറും കൂൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ പോകുന്നു, കംപ്രസ് ചെയ്യുന്നു. എഗെയിൻ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോകുന്നു, കൂളിംഗ് ടർബൈനിൽ കൂടെ പോയി എക്സ്പാൻഡായി ക്യാബിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റാം എയറാണ്. ഓക്കെ, ഇനി 1 എന്ന് പറയുന്ന ആംബിയൻ്റ് എയറിൻ്റെ കണ്ടീഷനാണ്. 2 or 2' എന്ന് പറയുന്ന റാം എയറിൻ്റെ കണ്ടീഷനാണ്. 3 or 3' എന്ന് പറയുന്നത് മെയിൻ കംപ്രസറിൽ നിന്ന് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കയറുന്ന എയറിൻ്റെ കണ്ടീഷനാണ്. ഇനി 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ കണ്ടീഷനാണ്. 5 or 5' എന്ന് പറയുന്നത് സെക്കൻഡറി കംപ്രസറിൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ കണ്ടീഷനാണ്. ദെൻ 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റിലുള്ള കണ്ടീഷനാണ്. 7 or 7' എന്ന് പറയുന്നത് കൂളിംഗ് ടർബൈൻ്റെ എക്സിറ്റിലുള്ള കണ്ടീഷൻ. 8 എന്ന് പറയുന്നത് ക്യാബിൻ കണ്ടീഷനാണ്. ഇനി നമുക്ക് TS ഡയഗ്രത്തിലേക്ക് നോക്കാം. TS ഡയഗ്രത്തിൽ നമുക്ക് ഓൾറെഡി 1 to 3' വരെയുള്ള പ്രോസസ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കൂളിംഗ് പ്രോസസ്സും ഒരു കംപ്രഷൻ പ്രോസസ്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 to 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഐസെൻട്രോപിക് റാമിംഗ് പ്രോസസ്സ്. 1 to 2' എന്ന് പറയുന്നതാണ് ആക്ച്വൽ റാമിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-ലെയും 2'ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. ബട്ട് 2-ലെയും 2'ലെയും പ്രഷർ സെയിം അല്ല. 2-ലെ പ്രഷറാണ് കൂടുതൽ, 2'ലെ പ്രഷർ കുറവാണ്. 2-ലെ പ്രഷറിനെ നമ്മൾ ഐഡിയൽ റാം പ്രഷർ എന്ന് വിളിക്കുന്നു. 2'ലെ പ്രഷറിനെ നമ്മൾ ആക്ച്വൽ റാം പ്രഷർ എന്ന് വിളിക്കുന്നു. അപ്പോൾ 1 to 2' കാരണം 1 to 2 എന്ന് പറയുന്നത് ഐഡിയൽ കംപ്രഷനാണ്. 1 to 2' എന്ന് പറയുന്നത് ആക്ച്വൽ ആണ്. അത് നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ 1 to 2 ഐസെൻട്രോപ്പിക്കും 1 to 2' എന്ന് പറയുന്നത് അഡയബാറ്റിക് പ്രോസസ്സുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മെയിൻ കംപ്രസറിലേക്ക് റാം എയർ പോവുകയാണ്. റാം എയർ മെയിൻ കംപ്രസറിലേക്ക് പോകുന്നു. കംപ്രഷൻ പ്രോസസ്സാണ്. അത് 2' to 3 ആണ് നമ്മുടെ ഐഡിയൽ അല്ലെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ്. ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 2' to 3' ആണ്. ഇനി അതുപോലെ തന്നെ 3-ലെയും 3'ലെയും പ്രഷർ സെയിം ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എയർ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കണ്ടീഷനാണ്. അപ്പോൾ കംപ്രസറിൻ്റെ എക്സിറ്റ്
3 or 3 dash. ഇനി എയർ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്ത് 4 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകുന്നു. സോ 3 dash to 4 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള കൂളിംഗ് പ്രോസസ്സ്. അപ്പോൾ ആ കൂളിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ റാം എയർ ആയിരിക്കും. റാം എയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂളിംഗ് പ്രോസസ്സ് നടത്തുക. ആ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോ ബാറിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ 3 ഡാഷിലെയും 3ലെയും 4ലെയും പ്രഷർ സെയിം ആയിരിക്കും. ഇനി അഗെയിൻ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് വെളിയിൽ വരുന്ന എയർ നമ്മൾ അഗെയിൻ കംപ്രസ് ചെയ്യുന്നു. സെക്കൻഡറി കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് കംപ്രസ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് 4 to 5 or 5 dash. 4 to 5 എന്ന് പറയുന്ന ഐസോട്രോപിക് കംപ്രഷൻ, 4 to 5 dash എന്ന് പറയുന്നത് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ കംപ്രസ് ചെയ്യുന്നത് മൂലം പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. എഗെയിൻ 5 or 5 dash എന്ന് പറയുന്ന സെക്കൻഡറി കംപ്രസറിൻ്റെ എക്സിറ്റ് കണ്ടീഷനിൽ നമ്മൾ എത്തുന്നു. ഇനി അഗെയിൻ സെക്കൻഡറി കംപ്രസറിൻ്റെ എക്സിറ്റിലുള്ള എയർ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പാസ് ചെയ്യുന്നു. ആ പ്രോസസ്സാണ് 5 dash to 6 എന്ന് പറയുന്നത്. അപ്പോൾ 5 dash to 6 എന്ന് പറയുന്നത് ഐസോബാറിക് കൂളിംഗ് പ്രോസസ്സാണ്. 5 ഡാഷിലെയും 5ലെയും 6ലെയും എല്ലാം പ്രഷർ സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റാം എയർ ആണ്. അത് ഇപ്പോൾ ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ 6 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തി. 6 എന്ന് പറയുന്നത് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ്. ഇനി 6 to 7 or 7 dash എന്ന് പറയുന്നതാണ് കൂളിംഗ് ടർബൈനിൽ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ്. ഐഡിയൽ ആണെങ്കിൽ അത് 6 to 7 എന്ന് പറയുന്ന ഐസോട്രോപിക് എക്സ്പാൻഷൻ ആയിരിക്കും. ആക്ച്വൽ കേസിൽ 6 to 7 dash എന്ന് പറയുന്ന ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ആയിരിക്കും. ഇനി 7ഉം 7 ഡാഷും ഒരേ പ്രഷറിലാണ്. ബട്ട് 7ലെയും 7 ഡാഷിലെയും ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. ടി എസ് ഡയഗ്രം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. 7 ഡാഷിലെ ടെമ്പറേച്ചർ കൂടുതലും 7ലെ ടെമ്പറേച്ചർ കുറവുമാണ്. ഇനി ഈ കൂളിംഗ് ടർബൈൻ്റെ എക്സിറ്റ് കണ്ടീഷനിലുള്ള എയറിനെയാണ് നമ്മൾ ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് 7 dash to 8. അപ്പോൾ 7 dash 8 എന്ന് പറയുന്ന ആ ഫുൾ പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ പ്രഷറിലാണ്. ആ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാബിൻ പ്രഷർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് സിസ്റ്റം. ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയുള്ള രണ്ട് കൂളിംഗ് പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെയും സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെയും കൂളിംഗ് പ്രോസസ്സ് ഉണ്ട്. ഇത് രണ്ടും ഐസോബാറിക് ആണ്. ബട്ട് ആക്ച്വലി ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടായാൽ P3 dash എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P4 ആയിരിക്കും. അതുപോലെ തന്നെ P5 dash എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P6 ആയിരിക്കും. ഇതേപോലെ തന്നെ 7 dash to 8 എന്ന് പറയുന്ന ഐസോബാറിക് പ്രോസസ്സിൽ ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ 7 ഡാഷിലെ പ്രഷർ ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കിനി 1 by 1 ആയിട്ട് ഓരോ പ്രോസസ്സുകളും നോക്കാം. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു മെയിൻ കംപ്രസറുണ്ട്. ആ മെയിൻ കംപ്രസർ ഡ്രൈവ് ചെയ്യുന്നത് ഗ്യാസ് ടർബൈനാണ്. 2 ഹീറ്റ് എക്സ്ചേഞ്ചറുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കംപ്രസറുണ്ട്. ഒരു കൂളിംഗ് ടർബൈനുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എയർ റാമിംഗ് ആക്ഷൻ നടക്കുന്നു. അതിനുശേഷം റാം എയർ മെയിൻ കംപ്രസറിൽ കൂടെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെയും പോയി എഗെയിൻ കംപ്രസ്സായി സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോയി ദെൻ കൂളിംഗ് ടർബൈനിൽ കൂടെ പോയി ക്യാബിനിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ 2 ഹീറ്റ് എക്സ്ചേഞ്ചറും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റാം എയർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ദെൻ റാമിംഗ് പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്നതാണ് ഐസോട്രോപിക് റാമിംഗ് പ്രോസസ്സ്. 1 to 2 dash എന്ന് പറയുന്നതാണ് ആക്ച്വൽ റാമിംഗ് പ്രോസസ്സ്. ആക്ച്വൽ ആവാൻ കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇനി റാമിംഗ് പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. എൻട്രോപ്പി ഐഡിയൽ ആണെങ്കിൽ 1 to 2 എന്ന് പറയുന്ന ഐസോട്രോപിക് പ്രോസസ്സ് ആണെങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി T2 ഈസ് ഇക്വൽ ടു T2 ഡാഷ് ആണ്. അതുപോലെ തന്നെ P2 ഗ്രേറ്റർ ദാൻ P2 ഡാഷ് ആണ്. ഇനി ഈ റിലേഷനൊക്കെ നമ്മൾ നേരത്തെ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ കണ്ട അതേ റിലേഷനാണ്. T2 ഡാഷ് ഡിവൈഡ് ബൈ T1 ഈസ് ഇക്വൽ ടു T2 by T1 ഈക്വൽ ടു 1 പ്ലസ്
വി സ്ക്വയർഡ് ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 ഗാമ ആർ T1. അതിൽ എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റിയാണ് വി, ഗാമ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ആണ് CP/CV. ആർ എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. T1 എന്ന് പറയുന്നത് ആംബിയൻറ്റ് ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി അടുത്ത റാം എഫിഷ്യൻസി. എഫിഷ്യൻസി ER ഈക്വൽ ടു ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസെൻട്രോപിക് റൈസ് ഇൻ പ്രഷർ. നമ്മൾ കഴിഞ്ഞ സിസ്റ്റത്തിൽ പറഞ്ഞത് തന്നെയാണ്, P2 ഗ്രേറ്റർ ദാൻ P2 ഡാഷ് ആണ്. അതുകൊണ്ട് തന്നെ P2 മൈനസ് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P2 ഡാഷ് മൈനസ് P1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം എഫിഷ്യൻസിയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, P2 ഡാഷ് മൈനസ് P1 ഡിവൈഡ് ബൈ P2 മൈനസ് P1. ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസെൻട്രോപിക് റൈസ് ഇൻ പ്രഷർ. നെക്സ്റ്റ് പ്രോസസ്സാണ് മെയിൻ കംപ്രഷൻ പ്രോസസ്സ്. മെയിൻ കംപ്രസറിൽ നടക്കുന്ന കംപ്രഷൻ പ്രോസസ്സ്. അത് ആക്ച്വൽ കേസ് ആണെങ്കിൽ 2-3 എന്ന ഐസെൻട്രോപിക് കംപ്രഷനാണ്. ഐഡിയൽ കേസിൽ 2-3 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സാണ്. ആക്ച്വൽ കേസിൽ 2-3 എന്ന് പറയുന്ന കംപ്രഷനാണ്. അപ്പോൾ ഐഡിയലിൽ അത് ഐസെൻട്രോപിക് കംപ്രഷനും ആക്ച്വലിൽ അത് 2-3 എന്ന് പറയുന്ന ഒരു കർവായിട്ട് മാറുന്നു. അപ്പോൾ ആ ആക്ച്വൽ കേസ് വരാൻ കാരണം ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ്. ഇനി ഈ കംപ്രഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ദ ഐസെൻട്രോപിക് പ്രോസസ്. ദെൻ T3 നോക്കുവാണെങ്കിൽ T3 ആണ് ഗ്രേറ്റർ. അതുപോലെ P3 P3 നോക്കുവാണെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. ഇനി ഈ ഒരു കംപ്രഷൻ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് വർക്ക് എന്ന് പറയുന്നത് WC1 ആണ്, ഈക്വൽ ടു MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T2 ഡാഷ്. ഇനി മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ പോയി കടന്നു പോകുന്ന ലാസ്റ്റ് ക്യാബിലേക്ക് പോകുന്ന ആ എയറിൻ്റെ മാസാണ് MA. ഇനി ഫസ്റ്റ് കൂളിംഗ് പ്രോസസ്സ്, ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നടക്കുന്ന കൂളിംഗ് പ്രോസസ്സാണ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക 3-4 എന്ന് പറയുന്നതാണ്. ഓക്കെ, ഐഡിയൽ കേസിൽ P3 P4 ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ P3 ഗ്രേറ്റർ ദാൻ P4 ആയിരിക്കും. ഇനി ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു, അതുകൊണ്ട് T3 ഗ്രേറ്റർ ദാൻ T4 ആണ്. കാരണം 3-4 എന്ന് പറയുന്നതാണ് ഈ കൂളിംഗ് പ്രോസസ്സ്. ഇനി ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്രമാത്രം ഹീറ്റ് റിജക്റ്റ് ചെയ്തു അതിനെ നമ്മൾ R1 മീൻസ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈക്വൽ ടു MA ഇൻറ്റു CP ഇൻറ്റു T3 മൈനസ് T4. ദെൻ സെക്കൻഡറി കംപ്രഷൻ പ്രോസസ്സ്. സെക്കൻഡറി കംപ്രസ് ചെയ്യുന്ന പ്രോസസ്സാണ് 4-5. ഐഡിയൽ കേസ് ആണെങ്കിൽ 4-5 എന്ന ഐസെൻട്രോപിക് കംപ്രഷൻ ആയിരിക്കും. ആക്ച്വൽ കേസ് ആണെങ്കിൽ 4-5 എന്ന് പറയുന്ന കംപ്രഷൻ പ്രോസസ്സായിരിക്കും. ആക്ച്വൽ വരാൻ കാരണം ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഈ കംപ്രഷൻ പ്രോസസ്സിലും പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. ഐഡിയൽ കേസ് ആണെങ്കിൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി T5 T5 നോക്കുവാണെങ്കിൽ T5 ആണ് ഗ്രേറ്റർ, ബട്ട് രണ്ട് പ്രഷർ P5 P5 ഈക്വൽ ആയിരിക്കും. ഇനി സെക്കൻഡറി കംപ്രഷൻ പ്രോസസ്സിൽ നമ്മൾ കൊടുക്കേണ്ട വർക്ക് WC2 ആണ്, ഇസിക്കൽ ടു MA CP ഇൻറ്റു T5 മൈനസ് T4 ആണ്. ഇനി സെക്കൻഡ് കൂളിംഗ് പ്രോസസ്സ്, രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള കൂളിംഗ് പ്രോസസ്സാണ് നമ്മളിനി പറയാൻ പോവുക. ആ പ്രോസസ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക 5-6 ആണ്. 5-ന്ന് 6 എന്ന് പറയുന്ന പ്രോസസ്സാണ് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലുള്ള കൂളിംഗ് പ്രോസസ്സ്. അത് ഐഡിയൽ കേസ് ആണെങ്കിൽ ആ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഐസോബാറിക് ആണ്. സോ P5 ഈക്വൽ ടു P6. ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ P5 ഗ്രേറ്റർ ദാൻ P6. ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. T5 T6 ഡിക്രീസ് ചെയ്യുന്നു. സോ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്രമാത്രം ഹീറ്റ് റിജക്റ്റ് ചെയ്തു, QR2
ഈസിക്കൽ ടു MA CP ഇൻറ്റു T5 ഡാഷ് മൈനസ് T6. ഇനി എക്സ്പാൻഷൻ പ്രോസസ്സ്, കൂളിംഗ് ടർബൈനിൽ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ ഐഡിയൽ ഓർ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ് ആണ് എങ്കിൽ അത് 6 to 7 ആണ്. ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ് ആണ് എങ്കിൽ അത് 6 to 7 ഡാഷ് ആണ്. ഇനി ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നു. ഐഡിയൽ എക്സ്പാൻഷൻ ആണ് എങ്കിൽ അവിടെ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി T7 ഡാഷും T7 നോക്കുകയാണെങ്കിൽ T7 ഡാഷാണ് ഗ്രേറ്റർ. അതുപോലെ തന്നെ P7 ഡാഷും P7ഉം ഈക്വലാണ്. ഇനി ടർബൈൻ നമുക്ക് എത്ര വർക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നു? WT ഈസിക്കൽ ടു MA CP ഇൻറ്റു T6 മൈനസ് T7 ഡാഷ്. അപ്പോൾ ഇത്ര എമൗണ്ട് വർക്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വർക്ക് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ കൂളിംഗ് ടർബൈൻ്റെ വർക്ക് കൂളിംഗ് ഫാൻ കറങ്ങാൻ വേണ്ടി യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ വർക്ക് ഓഫ് ദിസ് ടർബൈൻ ഈസ് യൂസ് ടു ഡ്രൈവ് ദ സെക്കൻഡറി കംപ്രസർ. അപ്പോൾ സെക്കൻഡറി കംപ്രസർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ ടർബൈൻ്റെ വർക്ക് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് റെഫ്രിജറേഷൻ പ്രോസസ്സ്. അത് പ്രോസസ്സ് 7 ഡാഷ് ടു 8 ആണ്. ഓക്കെ, ദ പ്രോസസ് ഈസ് ഐസോബാറിക്. P7 ഡാഷ് ഈസിക്കൽ ടു P8 ഈസിക്കൽ ടു ക്യാബിൻ പ്രഷർ. ഇനി ആക്ച്വൽ കേസിലാവുമ്പോൾ അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ P7 ഡാഷ് ഗ്രേറ്റർ ദാൻ P8 ആണ്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ T8 ഗ്രേറ്റർ ദാൻ T7 ഡാഷ്. T8 എന്ന് പറയുന്നതാണ് ക്യാബിൻ ടെമ്പറേച്ചർ. ഇനി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് RE ഈസിക്കൽ ടു MA CP T8 മൈനസ് T7 ഡാഷ്. ഇനി നമുക്കറിയാം COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡണ്ണിലായാലും റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിലായാലും MA ഇൻറ്റു CP ഉണ്ട്, അത് ക്യാൻസലായി പോവും. അതുകൊണ്ട് T8 മൈനസ് T7 ഡാഷ് ഡിവൈഡ് ബൈ T3 ഡാഷ് മൈനസ് T2 ഡാഷ്. ഇവിടെ നമ്മുടെ ടർബൈൻ്റെ വർക്ക് നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കുന്നു, സെക്കൻഡറി കംപ്രസർ. അപ്പോൾ നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് മെയിനായിട്ട് എടുക്കുന്നത് മെയിൻ കംപ്രസറിന് കൊടുക്കുന്ന വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് ഡണ്ണിൽ T3 ഡാഷ് മൈനസ് T2 ഡാഷ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് Q ടൺസ് ഓഫ് റെഫ്രിജറേഷൻ ആണ് എങ്കിൽ എത്ര മാസ് ഓഫ് റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് എയർ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാബിനിലേക്ക് പോകുന്നത് എന്ന് കണ്ടുപിടിക്കാം. MA ഈസിക്കൽ ടു 210Q ഡിവൈഡ് ബൈ CP ഇൻറ്റു T8 മൈനസ് T7 ഡാഷ്. അതുപോലെ തന്നെ പവർ റിക്വയർഡ് MA ഇൻറ്റു CP T3 ഡാഷ് മൈനസ് T2 ഡാഷ് ഡിവൈഡ് ബൈ 60. ഇനി COP ഈസിക്കൽ ടു 210Q ഡിവൈഡ് ബൈ P ഇൻറ്റു 60. ഈ Pനെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എഴുതുകയാണ് എങ്കിൽ നമുക്ക് എഴുതാം 210Q ഡിവൈഡ് ബൈ MA ഇൻറ്റു CP ഇൻറ്റു T3 ഡാഷ് മൈനസ് T2 ഡാഷ് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതാണ്. താങ്ക് യു.